ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ജീനാസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പരിപ്പും വെള്ളരിക്കയും വെച്ചിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും വീട്ടിൽ പരിപ്പും വെള്ളരിക്കന്റെ കറിയെല്ലാം വെക്കുന്നുണ്ടാവും എന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ എങ്ങനെയാ വെക്കുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ? അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കിന്നൊരു പരിപ്പും വെള്ളരിക്കയും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കിയാലോ? പരിപ്പ് നമ്മളെ ചുവന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്. ഞാനിടാ ചുവന്ന പരിപ്പ് കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ച പരിപ്പാണ് കേട്ടാ. ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, ഒരു പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഏത് പാത്രത്തിലാണോ കറി വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത്. നിങ്ങൾ കുക്കറിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസിയാണ്. എല്ലാ സാധനവും കുക്കറിൽ ഇടുക, ഒറ്റ വിസിൽ കൊണ്ട് അടിച്ചാൽ അത് വെന്ത് കിട്ടും കേട്ടാ. ഞാനിവിടെ ചട്ടിയിലാണ് വെക്കുന്നത്. നമുക്ക് പരിപ്പ് ഇട്ട് കൊടുക്കുക. ആദ്യം തന്നെ പരിപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വെള്ളരിക്കയും പച്ചമുളകും ഇഞ്ചിയും ഇത്രയും സാധനങ്ങളും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ആദ്യം വേവിക്കാം. ഞാനിപ്പോൾ ഉപ്പിട്ട് കൊടുക്കുന്നില്ല കേട്ടാ. ഉപ്പ് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. പരിപ്പ് വെന്തതിന് ശേഷം ഞാൻ ഉപ്പിട്ട് കൊടുക്കലു. ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരരപ്പ് തയ്യാറാക്കണം. ഇത് ഒഴിച്ചു കറിയാണ് കേട്ടാ. അപ്പോൾ തേങ്ങയും ജീരകവും കൂടിയിട്ട് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം കേട്ടാ. ഇത്രയും സാധനം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് വെന്തതിന് ശേഷം ഈ അരച്ച മിക്സ് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മളെ പരിപ്പ് ഇടാൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഈ പരിപ്പ് തിളച്ച് വരുമ്പോൾ ഇങ്ങനെ പൊന്തി മുകളിലോട്ടേക്ക് മറഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ പരിപ്പ് അങ്ങ് പൊന്തി പോകില്ല കേട്ടാ. ഞാനവിടെ കുറച്ച് ഒരു ഡ്രോപ്പ് വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ പരിപ്പ് അങ്ങ് പൊന്തി മറിഞ്ഞു പോകില്ല. അതായത് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. വെന്തില്ല, ടൈം എടുക്കും. നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമ്മളെ പരിപ്പും വെള്ളരിക്കൻ്റെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പരിപ്പെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളരിക്കയും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ തേങ്ങ അരച്ച് മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അരച്ചു വെച്ച തേങ്ങേൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക. ബാച്ചിലേഴ്സിനെല്ലാം എളുപ്പത്തിലാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. നിങ്ങൾ കുക്കറിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഒറ്റ വിസിലിന് കൊണ്ട് കാര്യം നടക്കും. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അതിനുശേഷം നമുക്ക് ഉള്ളി വറുത്തിടാം. തേങ്ങ ചേർത്ത് നമ്മളെ കറിയുടെ നന്നായി തിളച്ച് വരുന്നത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടാ, മണമാണ്. നാടൻ കറികൾക്കെല്ലാം കറിവേപ്പില നമ്മൾ നല്ലോണം ഇട്ടെടുക്കും അല്ലേ. നമ്മൾ പരിപ്പന്നെ പല രീതിയിൽ വെക്കും അല്ലെ. പരിപ്പ് വെറുങ്ങനെ വെക്കും, പരിപ്പും തക്കാളിയും വെക്കും, പരിപ്പും കായും, പരിപ്പും ചേനയും, പരിപ്പും വെള്ളരിക്കയും, അങ്ങനെ പല തരത്തിൽ നമ്മൾ പരിപ്പ് വെക്കും അല്ലെ. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഉള്ളി വറുത്തിട്ട് കൊടുക്കാം. നമ്മളെ പരിപ്പും വെള്ളരിക്കൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഇനി വറുത്തിട്ട് കൊടുക്കാം. ഉള്ളി വറുത്തിട്ട് കൊടുക്കാൻ ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചീനച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഉള്ളി ചെറുതായി മുറിച്ചിട്ടുണ്ട്, കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് കറിയിലേക്ക് വറുത്തിട്ട് കൊടുക്കാം. ഉള്ളി ഇവിടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനെ കറിക്ക് വറുത്തിട്ട് കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നല്ലൊരു ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. എല്ലാരും ഉണ്ടാക്കാത്തവര് ഉണ്ടാക്കി നോക്കണം. കൂടുതൽ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പൊ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മളെ പരിപ്പും വെള്ളരിക്കയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. ഓക്കെ, ബൈ.